ഈ ശരയോഗ ശാസ്ത്രപ്രകാരം ആ നമ്മുടെ ഈ ബ്രീത്ത് ലെഫ്റ്റ് റൈറ്റ് ആ മാറി മാറി വരണല്ലോ ഒരു ആ മണിക്കൂറിൽ. ആ ആ ആ ആ പക്ഷെ ഇപ്പം ഞാൻ പലപ്പോഴും നോക്കുന്ന സമയത്ത് ഒരു മണിക്കൂറിലൊന്നും ചിലപ്പോൾ അത് ആവുന്നില്ല. ആവുന്നില്ല. അപ്പോൾ എത്ര ആവുന്നു? അത് ചില ചില ദിവസങ്ങളിൽ 2 മണിക്കൂർ തന്നെ ഒരു ശര ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ചില സമയത്ത് കറക്റ്റായിട്ട് ഒരു മണിക്കൂർ 1.25 മണിക്കൂറിലൊക്കെ മാറുന്നുണ്ട്. ആ അപ്പോൾ അതെന്താ നമ്മളുടെ നാഡികൾ ഫസ്റ്റ് പ്രക്ഷുബ്ധമല്ല ഫസ്റ്റ് എന്നുള്ളതാണോ? ഇത് എന്തിനാണ് നമുക്ക് വന്ന് ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ബയോളജിക്കലായി എവിടെയെന്ന് കണ്ടുപിടിക്കണം. ബയോളജിക്കലാവ് ഇതിന് റീസൺ ഉണ്ട്. ശരയോഗയിൽ പറയുന്നുണ്ട്, അതേമാതിരി അതിനെക്കാട്ടിലും കൂടുതൽ ഡീറ്റെയിൽ ആയ തിരുമന്ത്രത്തിൽ പറയുന്നുണ്ട്. ശരയോഗയിൽ പറയുന്ന അതെക്കാട്ടിലും ഉള്ള സൂക്ഷ്മങ്ങൾ തിരുമന്ത്രത്തിലുണ്ട്. തിരുമൂല തിരുമന്ത്ര തമിഴിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബയോളജിക്കൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മനുഷ്യൻ ഇപ്പോൾ ജനിച്ചതിൽ നിന്ന് മരിക്കുന്നവരെ ചില അവയവങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ലല്ലോ. ഹാർട്ട് റെസ്റ്റ് എടുക്കുന്നില്ലല്ലോ. റെസ്റ്റ് എടുത്താൽ എന്തായി? 85-87 കൊല്ലം 96 വയസ്സ് വരെ ഇരിക്കുന്ന 96 റെസ്റ്റ് ഇല്ലാതല്ലേ ഓടുന്നു. അപ്പോൾ ലങ്സിന് റെസ്റ്റ് ഇല്ലല്ലോ, കിഡ്നി റെസ്റ്റ് ഇല്ല. ആക്ച്വലി അത് 3 റെസ്റ്റ് എടുക്കുന്നുണ്ട്. കിഡ്നി ആണെച്ചാൽ റൈറ്റ് കിഡ്നി റെസ്റ്റ് എടുക്കും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ലെഫ്റ്റ് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടൈം കീപ്പറാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ടൈം പറയുന്ന മാതിരി കേൾക്കണം, അത് ഇങ്ങനെ മാറി വരുന്നു. അപ്പോൾ ചില ആളുകൾ ഒരു കിഡ്നി നഷ്ടപ്പെട്ടാൽ ഒരു കിഡ്നിയിൽ 50% അപ്വേഡ് ആദ്യം വർക്ക് ചെയ്യും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പറഞ്ഞ ശേഷം ലോയറുള്ള 50% അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അതിൽ ഒരു കിഡ്നിയിൽ ഒരു 10 ലക്ഷം യൂണിറ്റ് ഇരിക്കുകയാണ്. അതുകൊണ്ട് അത് 90% ഡാമേജ് ആയ ശേഷം തന്നെ ബേസിക് സിമ്പിൾ പുറത്ത് കാണിക്കും. പക്ഷേ അതിലും ശേഷം നിങ്ങൾ ആഹാരശുദ്ധി റെസ്റ്റ് ഇങ്ങനെ തിരുത്തിയാൽ അത് പെട്ടെന്ന് മാക്സിമം ഫാസ്റ്റ് റിക്കവറി ഉള്ളത് കിഡ്നിയാണ്. അടുത്തത് ലിവർ, ഫാസ്റ്റ് റിക്കവറി. സോ അത് റെസ്റ്റ് എടുക്കുന്നു. ഓക്കെ. ഹാർട്ട് ഏരിയ വൈസ് ചെറിയ ഏരിയ വൈസ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അതേമാതിരി ലങ്സിൽ റൈറ്റ് ലെഫ്റ്റ് ഇതിലുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ കിഡ്നി 100% റെസ്റ്റ് എടുക്കും, റൈറ്റ്, പിന്നെ ലെഫ്റ്റ്. ഇതങ്ങനല്ല, 50% റെസ്റ്റ് 50% വർക്ക്. ലങ്സ് ഇപ്പോൾ റൈറ്റ് ലങ്സ് നിങ്ങൾക്ക് ഫോൾസ്ഫുള്ളായിരിക്കുകയാണെങ്കിൽ അത് 100% വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സ്ലോ ആയിരിക്കുന്നാൽ അത് ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 50% റെസ്റ്റ് ആൻഡ് 50% വർക്ക്. അതാണ് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ അല്ല. അപ്പോൾ 50% വർക്ക് 50% റെസ്റ്റ് എങ്ങനെ എടുത്ത് അങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി എടുക്കാൻ പറ്റും. നിങ്ങൾ ബസ് യാത്ര ചെയ്യുമ്പോൾ ഈ സീറ്റിലിരുന്നുകൊണ്ട് ഉറങ്ങുന്നുണ്ടല്ലോ. ഇപ്പോൾ 10 അവർ യാത്ര ചെയ്യാൻ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഉറങ്ങുന്നുണ്ട് ഒരു 4 അവർ 5 അവർ. അപ്പോൾ എന്നിട്ട് അത് ഒരു കംപ്ലീറ്റ് റെസ്റ്റ് അല്ല. നിങ്ങൾ ഒவ்வொரு പ്രാവശ്യം അയ്യോ സ്റ്റാപ്പ് കഴിഞ്ഞൊന്ന് എത്തി നോക്കുന്നു, ഹാഫ് സ്ലീപ്പ്. ആന നിന്നുകൊണ്ട് ഉറക്കം. അപ്പോൾ തള വിഴുന്നവരുടെ എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാവുമല്ലോ അതിന്. അതേമാതിരിയാണ്. അതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഈ ബ്രീത്തിങ് കൂടുന്നത് കുറയുന്ന അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അതാണ്. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ നോർമൽ മാൻ അവർക്ക് വന്ന് ഒരു 1 അവർ നോർമൽ പേഴ്സൺ പ്രാണായാമം ചെയ്യുക. ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രാണായാമം ചെയ്യുക, ഈ ടൈം കൂടും. അതാണ് ഞാൻ ഇപ്പോൾ കണ്ടെത്തിയത്. ചുമ്മാ ഞാൻ പ്രാണായാമം ചെയ്യുന്നവർ അവർക്ക് 1.5 മണിക്കൂറിനൊക്കെ മാറുന്നു. ഇനിയും കുറച്ചുകൂടെ നോക്കിയാൽ എന്തെന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടെ സീനിയർ ആകുമ്പോൾ 1.25 മണിക്കൂർ ഒരു ഷിഫ്റ്റ് ആകുന്നു. എന്തോന്ന് അടുത്ത് നോക്കിയാൽ 2 അവർ 2.5 അവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ബ്രീതിങ് ചെക്ക് ചെയ്യണമെന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെക്കിങ് എങ്ങനെ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് പക്കവാത പേഷ്യൻ്റൊക്കെ വരും. അപ്പോൾ അവരെ ഞാൻ വന്ന് ഇത് ചെക്ക് ചെയ്യാൻ പറയും. കാലത്ത് 6 മണിക്ക് റൈറ്റാ ലെഫ്റ്റാ ഫോൾസ് ആയിട്ടിരിക്കുന്നു. അടുത്തല്ല 7 മണിക്ക്. ഇങ്ങനെ വൈകുന്നേരം 6 മണി വരെ നോക്കുമ്പോൾ 12 റീഡിങ് വരുമല്ലോ. 12 റീഡിങ് വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ 6 റൈറ്റും 6 ലെഫ്റ്റും ഇരിക്കണം. ഇല്ല അവർക്ക് വന്ന് 6 8 റൈറ്റും 4 ലെഫ്റ്റ്. ഞാൻ ലെഫ്റ്റ് ചന്ദ്ര വേദ പ്രാണായാമം ചെയ്യാൻ പറയും. എന്തോന്നും അപ്പോൾ ബാലൻസ് ആകുമല്ലോ, 6 ആവും. അപ്പോൾ അവർ ഇല്ലെങ്കിലാണ് ഹെമിപ്ലജിയ പക്കവാതം വരുന്നത്. പക്കവാതം പല റീസൺ ഉണ്ട്, അതിൽ ഒന്നാണ് ഇത്. അപ്പോൾ അതിൽ ന്യൂട്രലൈസ് ചെയ്യാമല്ലോ. പിന്നെ ഇത് എന്ന് വെച്ചാൽ അതേമാതിരി റൈറ്റ് കുറവ് ലെഫ്റ്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളിപ്പോൾ 2 റൈറ്റ് സൈഡും ബാക്കി ഇട്ട് ശേഷം അത് ടൈം കൂട്ടും. ഫോർ എക്സാമ്പിൾ അപ്പോൾ അവർക്ക് സൂര്യവേദ ചെയ്യാൻ പറയും. സൂര്യവേദ ചെയ്യുമ്പോൾ എന്തോന്ന് റൈറ്റ് സൈഡുള്ളത് ബാലൻസ് ആവുമല്ലോ. ഇപ്പോൾ റൈറ്റ് സൈഡ് എത്ര ഓൺലി 2 ടൈംസ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ നേരം ചെയ്യാൻ പറയും.
ഒരു 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടയിൽ ചെയ്യാൻ പറയും. അതിൽ ഇങ്ങനെ അപ്പോൾ ഒന്ന് സപ്പോസ് റൈറ്റ് സൈഡ് 5, ലെഫ്റ്റ് സൈഡ് 7 ആണെങ്കിൽ ഡെയിലി 3 മിനിറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ ഞാൻ ഒരു ചാർട്ട് ഉണ്ടാക്കി, ഇത് ഞാൻ കണ്ടുപിടിച്ച് ഉണ്ടാക്കിയതാണ്. ചരയോഗയിലും തിരുമന്ദിരത്തെയും ബേസ് ചെയ്തു. ചരയോഗ റിക്കാർഡ്സും തിരുമന്ദിരത്തെയും കമ്പയർ ചെയ്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സീനിയറായിട്ടുള്ള യോഗീസിനെ നോക്കിയാൽ ഇപ്പോൾ എനിക്കൊക്കെ 3.5 അവറിനൊക്കെയാണ് ഷിഫ്റ്റ് ആവുന്നത്. എന്തോന്ന് അപ്പോൾ ഇത് ഞാൻ ആദ്യം ചെക്ക് ചെയ്തില്ല. ഒരു സ്റ്റുഡൻറ്റ് വിളിച്ച് പറഞ്ഞ് 2.5 അവറിനൊക്കെയാണ് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോഴേ നോക്കിയപ്പോൾ അവിടെ ശരി നമുക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ 3.5 അവർ റൈറ്റും 3.5 അവർ ലെഫ്റ്റും അങ്ങനെയാണ് ഷിഫ്റ്റ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ടൈം ഇൻക്രീസ് ആവുന്നെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എത്ര കൂടിയാലും കുറഞ്ഞാലും റൈറ്റ് 3.5 അവർ ആണെങ്കിൽ ലെഫ്റ്റ് 3.5 ഇരിക്കണം. എന്തെന്ന് സോ പീരീഡ് ഷുഡ് ബി ഈക്വൽ. എന്തെന്ന് ഇപ്പോൾ ഒരു കാളവണ്ടി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, കാളവണ്ടി രണ്ടും ഈക്വൽ സ്പീഡിൽ വണ്ടി വലിച്ചാലല്ലേ നേരെ പോവും. നിങ്ങൾ ഇപ്പോൾ റൈറ്റിലുള്ള കാള ഒരു 5-6 കിലോമീറ്റർ സ്പീഡിലും ലെഫ്റ്റിലുള്ള 4 കിലോമീറ്റർ സ്പീഡിലും വെച്ചാൽ വണ്ടി കറങ്ങും, നേരെ പോകില്ല. വണ്ടി കറങ്ങും, ചെക്കിൻ്റെ ഇതുമ്പോൾ കറങ്ങുന്ന മാതിരി കറങ്ങും. അതേമാതിരി തന്നെ മനുഷ്യനൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈക്വൽ സ്പേസിങ് എന്തോന്ന് ടൈമിങ് ഉണ്ടെങ്കിൽ മാത്രമേ നേരെ പോകും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വൺ സൈഡ് ഇതാവുമല്ലോ, വൺ സൈഡ് കുറവായിരുന്നാൽ, ഇപ്പോൾ ഇടകല കുറവായിരുന്നാൽ അപ്പോൾ വാദത്തിൻ്റെ അറ്റാക്ക് ഉണ്ടാവും. ഒരു വാദത്തിൻ്റെ അറ്റാക്ക് മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ബ്രീതിങ് ഇൻക്രീസ് ആവുന്നുണ്ടല്ലോ, അപ്പോൾ ഡൈജസ്റ്റീവ് ഇംബാലൻസ് ഉണ്ടാവും. മോർ ഡൈജസ്റ്റീവ് പവർ, ആഹാരം ഒരുപാട് കഴിക്കും. പക്ഷേ എന്താണെന്ന് ലെഫ്റ്റ് പവർ കുറഞ്ഞതുകൊണ്ട് മോഷൻ പോവില്ല. ഈ സീക്രട്ടൊക്കെ തിരുമന്ദിരത്തിലാണ് ഇരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഇൻഹലേഷൻ ഈസ് കണക്റ്റഡ് ടു ഇത് പ്രാണൻ, എക്സലേഷൻ കിട്ടും അപാനൻ, കുംഭകം സമാനൻ. ഇതേമാതിരി ഇടകല ഈസ് കണക്റ്റഡ് ടു ഇത് എലിമിനേഷൻ, ബ്രീത്തിങ്. കല എന്ന് പറഞ്ഞാൽ മൂലാതിലുള്ളത് പിങ്കലയാണ്. പക്ഷേ ബ്രീതിങ് വെച്ചാൽ എക്സ്റ്റേണൽ ബ്രീതിങ് കണക്റ്റഡ് അത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് മോഷൻ പോയില്ലെങ്കിൽ ആ ടൈം കുറച്ച് ലെഫ്റ്റ് നാസ്ട്രൽ ബ്രീത്തിങ് ചെയ്തിട്ട് പോയാൽ അത് പെർഫെക്റ്റായിട്ട് എലിമിനേഷൻ മോഷൻ പോകുന്നുള്ളത് മതി. അപ്പോൾ റൈറ്റ് ആഹാരം കഴിക്കുമ്പോൾ റൈറ്റ് അതന്നെ റൈറ്റ്. ഇത് ഇവിടെ ബ്രീത്തിങ്ങിൽ ഇത് നിങ്ങൾ അപാനൻ എന്ന് പറയുന്നത് നാഡിയിൽ അപാനൻ. ഈ ബ്രീത്തിങ് ഈ സൂക്ഷ്മ തിരുമന്ത്രത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആഹാരം കഴിയുമ്പോൾ എന്താ വെച്ചാൽ റൈറ്റ് നാസ്ട്രിൽ നല്ലായിരുന്നാൽ ഡൈജഷൻ നല്ലതായിരിക്കും. കക്കൂസിന് പോകുമ്പോൾ ഇത് ചെയ്താൽ ഇതാകും. ഇത് നാഡി ചാനലിന് വരുമ്പോൾ കുറച്ച് മാറി വരുന്നു. എന്നാൽ മൂലാധാരം അപാനൻ പ്ലസ് പിങ്കല മൂലാധാരത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് കണക്ഷൻ ഇങ്ങനെ മാറുന്ന ഒരു സീക്രട്ട് അത് ഇതിലുണ്ട്. അത് ചരയോഗയിലുണ്ട്. ആഹാരം കഴിയുമ്പോൾ റൈറ്റ് ആണായിരിക്കണം, അല്ലെങ്കിൽ ആഹാരം ചൂടായിരിക്കണം, അത് വരുന്നുണ്ടല്ലോ. അത് ചരയോഗയിൽ വരുന്നുണ്ട്. അപ്പോൾ എലിമിനേഷൻ ടൈം ശരിയാ ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ നാഡി ചാനൽ മറ്റേ ഫോർമുല അല്ല, ഇത് വേറെ. ഫിസിക്കൽ ബ്രീത്തിങ് ആൻഡ് ആസ്ട്രൽ ബ്രീത്തിങ്. ആസ്ട്രൽ ബ്രീത്തിങ് ആണ് മറ്റേ മൂലാധാര ഇത് അപാനൻ പ്ലസ് പിങ്കല. ഫിസിക്കൽ ഇത് കണക്റ്റഡ്. ഈ സീക്രട്ട് തിരുമന്ത്രത്തിലും പറയുന്നുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇടകല പിങ്ക. അപ്പോൾ അവർക്ക് അത് ബാലൻസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിയാവുന്നുണ്ട്. ഇത് വെച്ച് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് എപ്പോൾ ചെയ്യുന്നെന്നുള്ളത് ഞാനാണ് ഫിക്സ് ചെയ്തത്. അത് തിരുമന്ത്രത്തിലുള്ളത് തന്നെ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം അത് ഞാൻ യൂസ് ചെയ്ത് എല്ലാവർക്കും സെക്ഷൻ ചെഞ്ചിറ് കാലയിൽ ചെയ്തിടിൽ പിത്തർ പ്രാണായാമം കാലത്ത് ചെയ്താൽ പിത്തം കൺട്രോൾ വരും. പിത്തം അധികമുള്ളവർക്ക് ഞാൻ കണ്ടുപിടിക്കാൻ അങ്ങനെ ഡോക്ടറെ തന്നെ പോകണമെന്നില്ല. വായു കയ്പുണ്ടാവും. എന്തോന്ന് അവർ പ്രാണായാമം കാലത്ത് ചെയ്താൽ അത് ക്യാൻസൽ ചെയ്തോളും. വായ കയ്പ് ക്യാൻസൽ ചെയ്താൽ. അതുപോലെ ഫുഡാണെങ്കിൽ നിങ്ങൾക്ക് പാവയ്ക്ക, ഇഞ്ചി ആൻഡ് ലെമൺ യൂസ് ചെയ്താൽ അത് നോർമലായിക്കൊള്ളും. അതേപോലെ പഞ്ചകവാദം വരും മധ്യാഹ്നത്തിൽ. ഉച്ചയ്ക്ക് നിങ്ങൾ പ്രാണായാമം ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ വാദം ക്യാൻസലാവും. അത് പിത്തത്തിൻ്റെ പീരീഡാണ് ഉച്ചയ്ക്കുള്ളത്. ഉച്ചയ്ക്ക് 12 ടു ഇത് പിത്തത്തിൻ്റെ പീരീഡ്. അപ്പോൾ നിങ്ങൾ പ്രാണായാമം ചെയ്താൽ എന്തോന്ന് വാദം ക്യാൻസലാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കഫം വൈകുന്നേരം ചെയ്താൽ പ്രാണായാമം ചെയ്താൽ കഫം കൺട്രോൾ വരും. അപ്പോൾ കാലത്ത് ഇങ്ങനെ ഇത് സൂക്ഷ്മം മനസ്സിലാക്കിയാലേ മനസ്സിലാവും. വർമ്മ ആസാമാർ ചിലത് എൻ്റെ അടുത്ത് ചോദിക്കും, എന്തോന്ന് വാദം കാലത്തും പിത്തം ഉച്ചയ്ക്കില്ലേ? അത് തന്നെ. പക്ഷേ പ്രാണായാമം ചെയ്യുന്നത് വാദത്ത് അപ്പോൾ ചെയ്യുമ്പോൾ ഇത് കൺഫ്യൂഷൻ ഇത് വരും. ഇവിടെ ഉച്ചയ്ക്ക് ചെയ്താൽ വാദം കൺട്രോൾ ഇങ്ങനെ ഒരു പ്രാണായത്തിൽ. അപ്പോൾ ഇത് ഈ കൺഫ്യൂഷൻ വരാൻ കാരണം എക്സ്റ്റേണൽ ബ്രീത്തിങ്, സ്ഥൂല ബ്രീത്തിങ്ങും സൂക്ഷ്മ ബ്രീത്തിങ്ങും കറക്റ്റായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്.
അപ്പോൾ എനിവേ എന്തെന്ന് വെച്ചാൽ ലോങ് ഡ്യൂറേഷൻ വരുന്നുണ്ടെന്നുള്ള എൻ്റെ ഒബ്സർവേഷനായി. പക്ഷേ എത്ര ലാങ് ആയിരുന്നാലും ഇനി അത് ലാങ് ആകും തോറുന്നാണ് ഈ വാസി ബ്രീത്തിങ് എന്ന് കണക്റ്റ് ആവുന്നത്. വാസി ബ്രീത്തിങ് കണക്റ്റ് ആവുന്നത് ഇത് എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഒരു 4 കൊല്ലമായിട്ട് ബ്രീത്തിങ് 10 to 11:30 വരെ തന്നെ ഇത് അതിൻ്റെ ശേഷം മുളിച്ചിരുന്ന് ഞാൻ ധ്യാനമൊക്കെ ചെയ്യും 11:45 ശേഷം. അപ്പോൾ ഇത് ഇപ്പോൾ ഒരാൾ എനിക്ക് ഹൈദരാബാദിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അങ്ങേര് റിസർച്ച് ചെയ്ത് ചൈനീസ് ടെക്നിക്കിൽ റിക്കാർഡ്സിലിരിക്കുകയാണ്. സോ ഇത് വാസി യോഗയും ഈ പ്രാണിക് ഫ്ലോ യോഗികൾക്ക് 11:45 സ്റ്റാർട്ട് ചെയ്ത് 6 മണി വരെ ഓടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിൽ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ സെറ്റാവുന്ന ഈ സ്റ്റേജ് വരുമ്പോഴാണ് എന്തോന്ന് ബ്രീതിങ് റൈറ്റ് ടു ലെഫ്റ്റ് ഷിഫ്റ്റ് ആവുന്നത് 3.5 hour വരെ ആവുന്നു. ഇപ്പോൾ മനസ്സിലായ? ഇപ്പോൾ മിനിമം ടൈം 1 hour ഫോർ ഓർഡിനറി പീപ്പിൾ. അവർ കുറച്ച് പ്രാണായാമം യോഗയൊക്കെ ചെയ്യുമ്പോൾ അത് ലിഫ്റ്റായി 1.5 ആവുന്നു, പിന്നെ 2 ആവുന്നു, 2.15 ആവുന്നു, 2.5. ഇപ്പോൾ എന്നെ തോന്നുന്നു 3.5 വേറെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രാക്ടിക്കൽ ഫീൽഡ് റിപ്പോർട്ട് മാതിരിയാണ്. ഇതാണ് ഇതിൻ്റെ സീക്രട്ട്. അപ്പോൾ ഇതൊക്കെ വാസി യോഗ പ്രാക്ടീസിലും ഇതിലേക്ക് വരുന്നതെന്ന് ഞാൻ പറയുന്നത്. നന്ദി, നമസ്കാരം.